Hey everyone. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. അതായത് എങ്ങനെയാണ് ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യേണ്ടത്, നമുക്ക് വേണ്ട കുറച്ച് ടൂൾസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ട്രേഡിംഗ് വ്യൂ നിങ്ങൾക്ക് ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെബ് ബ്രൗസറിൽ കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെബ് ബ്രൗസറാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഡൗൺലോഡ് ചെയ്യുക, അതിൽ ഗൂഗിളിൽ ട്രേഡിംഗ് വ്യൂ എന്ന് സെർച്ച് ചെയ്യുക. ട്രേഡിംഗ് വ്യൂ സെർച്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് വെബ്സൈറ്റിൽ തന്നെ ലോഗിൻ ചെയ്യുക, അതായത് tradingview.com. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഒരു ഓവറോൾ ഡീറ്റെയിൽസ് ഉള്ള വിൻഡോസ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും മുകളിൽ നോക്കിയാൽ റൈറ്റ് സൈഡിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാം. അപ്പോൾ ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക, അത് കഴിഞ്ഞ് സൈനപ്പ് കൊടുക്കുക. അപ്പോൾ സൈനപ്പ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് മെയിൽ ഐ ഡി അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയോ ആപ്പിൾ ഐ ഡിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ കൊടുക്കുന്ന മെയിൽ ഐ ഡി, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു ഗൂഗിൾ ജിമെയിൽ ഐ ഡി ആണ് കൊടുക്കുന്നതെങ്കിൽ അത് തന്നെ നിങ്ങൾ എല്ലായിടത്തും സൈൻ ഇൻ ചെയ്യുക. എല്ലായിടത്തും മീൻസ് നിങ്ങളിപ്പോൾ ഫോണിൽ നമുക്ക് ആപ്ലിക്കേഷനായിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഫോണിൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ ആപ്പ് എടുത്താലും അതിലും സെയിം ജിമെയിൽ ഐ ഡി തന്നെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പി സിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഒരു ഡ്രോയിങ് അനാലിസിസ് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങളുടെ ഫോണിലും അതുപോലെ അപ്ഡേറ്റ് ആവും. അപ്പോൾ എല്ലായിടത്തും കോമൺ ആയിട്ടൊരു ജിമെയിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ താഴേക്ക് നോക്കിയാൽ കുറച്ച് പ്രൈസിങ്സും പ്ലാൻസും കാണാം. അത് പ്രീമിയം അക്കൗണ്ട്സിൻ്റെ ആണ്, പക്ഷേ നമുക്ക് പ്രീമിയം ആവശ്യമില്ല. ഫ്രീ അക്കൗണ്ട് അല്ലെങ്കിൽ ഫ്രീ വേർഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുത്തിട്ട് എന്താണ് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി അല്ലെങ്കിൽ ആപ്പിൾ ഐ ഡി എന്നുള്ളത് ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഞാൻ സൈനപ്പ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇവിടെ ആ വിൻഡോ സെയിം വിൻഡോ തന്നെ ആയിരിക്കും. അതിലിവിടെ നോക്കിയാൽ 6, അതായത് നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്, നമ്മുടെ പ്രൊഫൈലാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ചാർട്ടിൻ്റെ സെഗ്മെൻറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ മുകളിൽ ഇവിടെ കുറച്ച് ടാബ്സ് കാണാം, പ്രോഡക്റ്റ്, കമ്മ്യൂണിറ്റി, മാർക്കറ്റ്, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂപ്പർ ചാർട്ട്സ്, പ്രോഡക്ട്സിൽ സൂപ്പർ ചാർട്ട്സ് ആണ്. അപ്പോൾ ഈ സൂപ്പർ ചാർട്ട്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്, കുറച്ച് ചാർട്ട് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ വാച്ച് ലിസ്റ്റ് എന്ന് കാണാം. ഇതിലിപ്പോൾ ഒന്നും കാണുന്നില്ല, അത് ഞാൻ ഓൾറെഡി സൈൻ ചെയ്ത് യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഞാനത് റീസെറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ടൈമിൽ ഇവിടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതുപോലെ US സ്റ്റോക്സിൻ്റെ കുറച്ച് ഇൻഡെക്സ്, ബിറ്റ്കോയിൻ, അങ്ങനെ മിക്ക കറൻസീസും കാണും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വെറുതെ രണ്ടുമൂന്ന് ആഡ് ചെയ്യാം, അതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കുറച്ച് മൾട്ടിപ്പിൾസ് പേഴ്സ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് മാത്രം ഇവിടെ വെക്കുക, ബാക്കിയെല്ലാം കളയുക. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് എല്ലാം ക്ലിയർ ചെയ്യുകയാണ്. ഇവിടെ നോക്കിയാൽ റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു വിൻഡോ ആണ്, അതിൽ ക്ലിക്ക് ചെയ്താൽ ഓരോന്ന് പോകും. അപ്പോൾ നമുക്ക് വേണ്ടത്, നമ്മളിപ്പോൾ ഫോറക്സ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫോറക്സ് പേഴ്സ് 2-3 ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ റൈറ്റ് സൈഡിൽ വാച്ച് ലിസ്റ്റിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു പ്ലസ് ഐക്കൺ കാണാം, ആഡ് സിമ്പൽ, അത് കൊടുക്കുക. എന്നിട്ട് ഫോറക്സ് ഒന്നെങ്കിൽ ഇവിടെ ഫോറക്സ് ടാബ് നിങ്ങൾക്ക് കാണാം, ഫോറക്സ് എന്നാണ് കണ്ടോ, ഫീച്ചേഴ്സ് ഫോറക്സ് ക്രിപ്റ്റോ. ആ ഫോറക്സ് ജസ്റ്റ് സെലക്ട് ചെയ്യുക, അതിൽ കറൻസീസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ സെർച്ച് കൊടുക്കുക, സെർച്ചിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക USD, EURUSD എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ നോക്കിയാൽ EURUSD തന്നെ കുറേ സ്ക്രിപ്റ്റ്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് പല പല ബ്രോക്കേഴ്സിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് ഒരു ബ്രോക്കർ ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓണ്ടയാണ്, കാരണം ഓണ്ടയുടെ ചാർട്ട് കുറച്ചുകൂടെ ക്ലിയർ ആണ്, അതായത് വിക്ക്, ടെയിൽ അല്ലെങ്കിൽ സ്ലിപ്പേജ് കാര്യങ്ങളൊന്നും വരാത്ത നല്ല ക്ലിയർ ചാർട്ടാണ്. സോ നമുക്ക് ഓണ്ടയുടെ എക്സ്ചേഞ്ച് തന്നെ കൊടുക്കുക, ഇവിടെ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തപ്പം അതവിടെ ആഡായി. വിളിച്ചാൽ നമുക്ക് 2-3 പേരോട് ആഡ് ചെയ്തേക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ GBP കാണാം, GBP ആഡ് ചെയ്യാം, USD JPY കാണാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, FXCM ആണ്, ഞാൻ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് നമ്മൾ വാച്ച് ലിസ്റ്റ് എങ്ങനെ ആഡ് ചെയ്യുന്നുള്ളത്. എന്നിട്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ചാർട്ട് അവിടെ മാറി വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ മുകളിൽ നോക്കിയാൽ കാണാം ബ്രിട്ടീഷ് പൗണ്ട് GBP ആണ്, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ USD JPY ജപ്പാനീസ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യാതെ തന്നെ വേണമെങ്കിൽ ഒരു കറൻസി യൂസ് ചെയ്യുക. അതായത് നമ്മൾ എവിടെയെങ്കിലും ജസ്റ്റ് ട്രേഡിംഗ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കറൻസി എടുക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി USD CHF. ടൈപ്പ് ചെയ്താൽ ഡയറക്റ്റ് ആ ഒരു വിൻഡോ തന്നെ വരും. ആ വിൻഡോയിൽ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർട്ടിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ചാർട്ട് വന്നു, പക്ഷേ ഇവിടെ ആഡ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് 2 രീതിയിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി നോക്കേണ്ടത് കുറച്ച് ടൂൾസിൻ്റെ കാര്യങ്ങളാണ്, ലൈക്ക് നമുക്ക് വേണ്ട ടൂൾസ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ടൂൾസ് കാര്യങ്ങൾ കാണാം. അപ്പോൾ നമുക്കിവിടെ വേണ്ട ടൂൾസ് മാത്രം കുറച്ച് ഫേവറേറ്റ് ചെയ്ത് വെക്കുക. അതായത് ഇപ്പോൾ ഫസ്റ്റ് കാണുന്ന കഴ്സർ, അതായത് കഴ്സർ എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് മൗസ് മാറ്റുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്ലസ് ഐക്കൺ കാണാം. അപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്തൊരു ഡോട്ട് ആക്കിയാൽ അവിടെ ഡോട്ടായിട്ട് മാറി. ഇനി ഒരു മൗസ് പോയിൻ്റർ ആരോ ആക്കിയാൽ ആരോ ആയിട്ട് മാറി. അതാണ് കഴ്സർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴോട്ടാണ് ടൂൾസ്. ടൂൾസ് ഫസ്റ്റ് കോളം നോക്കാം, ഫസ്റ്റ് ടാബിൽ ട്രെൻഡ് ലൈൻ നമുക്ക് ആവശ്യമുള്ളതാണ്. ലൈക്ക് ഇവിടെ സ്റ്റാർ കാണാം, ആ സ്റ്റാർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടത് ഏതാണോ, അപ്പോൾ പേഴ്സണൽ പ്രിഫറൻസ് ആണ്, നിങ്ങൾക്ക് ഏതൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് മാർക്ക് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ലൈനും കൂടെ സ്റ്റാർ ചെയ്തു. അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്തേക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ
ഫിബ് റീട്രേസ്മെൻ്റ് ആണ്. അതുകൂടെ സ്റ്റാർ ചെയ്യുക. കാരണം ഇതിൻ്റെയൊക്കെ യൂസ് നമ്മൾ കോഴ്സിലാണുള്ളത്. ലൈക്ക് എന്തൊക്കെയാണ് യൂസ് എന്നുള്ളത് കോഴ്സിലാണ്. ഞാനിപ്പോൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ ടൂൾസ്, അത്യാവശ്യമുള്ള ടൂൾസ് മാത്രമാണ് മാർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ, ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റിസ്ക് റിവാർഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് രണ്ടും കൊടുക്കുക. പിന്നെ ഉള്ളത് ഒരു ലൈക്ക് ബ്രഷ് ഓർ ഹൈലൈറ്റർ, അതും ജസ്റ്റ് ഒരു ഹൈലൈറ്ററും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. പിന്നെ ഒന്നുകൂടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലൈക്ക് റെക്റ്റാങ്കിൾ കാണാം. റെക്റ്റാങ്കിളും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്ക് സോൺസ് കാര്യങ്ങൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ശരിക്കും ഇത്രയും ടൂൾസ് മതി നമുക്ക് എന്താണ് ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാർട്ട് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ടൂൾസിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഈ ചാർട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കുറേ ട്രസ്റ്റഡ് ആയിട്ടാണ് വോളിയം ഒക്കെ കാണാം. അപ്പോൾ ഇൻഡിക്കേറ്റർ ആണ് ഈ കിടക്കുന്നത്. ഇത് നമുക്ക് വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ വോളിയം യൂസ് ചെയ്യുക. ഇപ്പോൾ തൽക്കാലം ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെ ആഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം USD/CHF കറൻസി പെയർ കാണാം. തൊട്ടിപ്പുറത്ത് ടൈം ഫ്രെയിം കാണാം. കണ്ടോ, ഇതിപ്പോൾ ഡെയിലിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ ടൈം ഫ്രെയിംസ് വന്നു. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട ടൈം ഫ്രെയിംസ് ഒന്ന് ഫേവറേറ്റ് ചെയ്തിടുക. ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് സ്റ്റാർ ചെയ്യുകയാണ്, 50 മിനിറ്റ് സ്റ്റാർ ചെയ്യുകയാണ്, ഒരു 1 അവർ, 4 അവർ, 1 ഡേ സ്റ്റാർ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ എല്ലാ ടൈം ഫ്രെയിമും വന്നു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. പെട്ടെന്ന് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. ഈ ഡ്രോപ്പ് ഡൗൺ എടുക്കാതെ തന്നെ പെട്ടെന്ന് ചാർട്ട് സ്വിച്ച് ചെയ്യുക, ടൈം ഫ്രെയിമിലേക്ക് പോവാം. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തൊട്ടിപ്പുറത്തേക്ക് നോക്കിയാൽ ഒരു ക്യാൻഡിൽസ് കാണാം. ഇപ്പോൾ ക്യാൻഡിൽസ്, ലൈൻ ചാർട്ട്, അതുപോലെ ഓരോ ക്യാൻഡിൽസ് ഏത് ഇതിൽ നിങ്ങൾക്ക് ഷേപ്സിൽ കാണിക്കണമെന്നാണ്. നോർമലി ഡിഫോൾട്ടായിട്ട് ക്യാൻഡിൽസ് തന്നെ ഇടുക. പിന്നെ തൊട്ടിപ്പുറത്ത് വന്നാൽ ഇൻഡിക്കേറ്റേഴ്സ് എന്നൊരു ടാബ് കാണാം. അപ്പോൾ ഇതിലാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദി ഇൻഡിക്കേറ്റേഴ്സും കാണുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഇൻഡിക്കേറ്ററിലേക്ക് സെഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വരും. അത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇൻഡിക്കേറ്റേഴ്സ് അതിൽ കാണും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ബേസിക് കാര്യങ്ങളാണ്. അലർട്ട് സെറ്റ് ചെയ്യുക, റീപ്ലൈ ബാർ. പക്ഷേ റീപ്ലൈ വേണമെങ്കിൽ നമുക്ക് പ്രീമിയം എടുക്കണം. പ്രീമിയം എടുത്താൽ മാത്രമേ റീപ്ലൈ കിട്ടൂ. അല്ലാതെ ഫ്രീ വെർഷനിൽ നമുക്ക് 1 ഡേ ചാർട്ടിൻ്റെ റീപ്ലൈ മാത്രമേ കിട്ടൂ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് ഇനി ചാർട്ട് സെറ്റ് ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗിയർ ഐക്കൺ കാണാം. അവിടെ കൊടുക്കുക സെറ്റിങ്സ് ഐക്കൺ. അപ്പോൾ ഇതിൽ നമുക്ക് കളേഴ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട കളർ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട കളർ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ലെറ്റ്സ് സേ നമുക്ക് ഇവിടെ ഒരു ബ്ലൂ കൊടുക്കാം, എന്നിട്ട് ഇതൊരു ബ്ലാക്ക് കൊടുക്കാം. വെറുതെ കൊടുക്കുകയാണ്. ബോർഡർ ബ്ലാക്ക് കൊടുത്തു, വിക്കും ടെയിലും ബ്ലാക്ക് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞ് ടൈം സോൺ സെറ്റ് ചെയ്യുക. നമ്മുടെ ടൈം സോണിലേക്ക് ആക്കുക. ഇവിടെ നോക്കി കാണാം UTC +5 കൊൽക്കത്ത. നിങ്ങൾ എവിടെയാണോ സ്ഥലം അവിടുത്തെ ടൈം സോൺ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് സ്റ്റാറ്റസ് ലൈൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണണം, ലോഗോ കാണണോ, ലോഗോ വേണ്ടെങ്കിൽ ലോഗോ മാറ്റാം. ഇപ്പോൾ ഇവിടെ പോയി ടൈറ്റിൽ എങ്ങനെ കാണണം, ഡിസ്ക്രിപ്ഷൻ വേണോ, ടിക്കർ വേണോ. ടിക്കർ ആണെങ്കിൽ ചെറുതായിട്ട് USD/CHF എന്ന് മാത്രമാണെങ്കിൽ, ഓപ്പൺ ഹൈ ലോ വാല്യൂ വേണോ, അതൊക്കെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക. പിന്നെ സ്കെയില്, ഇപ്പോൾ സ്കെയില് ലൈക്ക് ദാറ്റ് ഈ സൈഡിൽ കാണുന്ന ഇതാണ് ഉദ്ദേശിക്കുന്നത്. സൈഡിൽ കാണുന്ന വാല്യൂസ് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതങ്ങനെ കൊടുക്കുക. അതിൻ്റെ കളർ കാര്യങ്ങൾ മാറണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പിന്നെ ഉള്ളത് ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ വൈറ്റ് മാറ്റി ബ്ലാക്ക് കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയി. ഓക്കെ, അപ്പോൾ അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ശരിയാക്കുക. ഓക്കെ, ഇപ്പോൾ ഗ്രിഡ് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഗ്രിഡ് പോയി. അപ്പോൾ ചാർട്ട് ഒരു ജസ്റ്റ് ക്ലീൻ ആയി, മാക്സിമം ചാർട്ട് എങ്ങനെയാണ് ഒരു ക്ലീൻ ആയിട്ട് വെക്കാൻ പറ്റുന്ന ആ രീതിയിൽ വെക്കുക. കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. നിങ്ങളുടെ ഇതനുസരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ടെംപ്ലേറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണും ടെംപ്ലേറ്റ്സ് താഴെ. ഇത് സേവ് ആസ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാൻ ജസ്റ്റ് 1 എന്ന് കൊടുക്കുകയാണ്. 1 കൊടുത്തു. അപ്പോൾ ഇതിവിടെ സേവ് ആയി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതുപോലെ മൾട്ടിപ്പിൾ ഇത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറ്റാം. ഞാനിപ്പോൾ ഇത് ഓറഞ്ച് ആക്കി, എന്നിട്ട് ഇത് ഞാൻ ജസ്റ്റ് സേവ് കൊടുത്ത് 2 ആക്കി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചാർട്ടിൻ്റെ കളർ എന്താ, ഓറഞ്ച് ആണ് അല്ലേ. ഒരു ക്യാൻഡിൽ ഓറഞ്ച് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്ലൂവിലേക്ക് മാറി, 2 കൊടുത്താൽ ഓറഞ്ച് ആയി. അപ്പോൾ അത് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്കിങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചാർട്ടിൻ്റെ ഒരു ലേ ഔട്ട് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ ടൂൾസിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഫേവറേറ്റ് ചെയ്ത ടൂൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ട്രെൻഡ് ലൈൻ എടുക്കാം. ഞാൻ ട്രെൻഡ് ലൈൻ എടുത്തു, ജസ്റ്റ് ഒരു വര വരച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഡിഫോൾട്ടായിട്ടൊരു ബ്ലൂ ലൈന് കാണാം. ഈ ലൈനൊന്ന് ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന ടൈമിൽ തന്നെ മറ്റൊരു ഫ്ലോട്ടിംഗ് വിൻഡോ കൂടി ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ കാണാം. ഇതുണ്ടോ, കളർ ചേഞ്ച് ചെയ്യാം, തിക്നെസ് ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ ലൈനിൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യാം. അതിനും ഒരു സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഈ സെറ്റിങ്സിലോട്ട് പോയാൽ ഇൻഡെപ്റ്റ് ആയിട്ട് കാണാം. ഇപ്പോൾ എക്സ്റ്റെൻഡ് ലെഫ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ആയി, റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ആയി. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക എന്താണെന്നുള്ളത്. ഇനി ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ കൊടുത്തു. സൈസ് ഉണ്ട്, കളറുണ്ട്. കളർ നമുക്കൊരു ബ്ലാക്ക് കൊടുക്കാം. എന്നിട്ട് ടെക്സ്റ്റ് ഇവിടെ ഞാൻ ജസ്റ്റ് എന്താണ് BOS നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈമാണ് BOS കൊടുത്തു.
സൈസ് എത്ര വേണം 12 കൊടുത്തു. ബോൾഡ് ആക്കണോ ഇറ്റാലിക് ആക്കാം, അങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങൾ, സ്റ്റൈലിംഗ് കാര്യങ്ങളാണ്. എന്നിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് എവിടെ വരണം, മിഡിൽ, സെൻറ്റർ, റൈറ്റിലേക്ക് കൊടുത്താൽ റൈറ്റ് പോകും. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യുക. ഇത് ലെഫ്റ്റ് ബാക്ക് നമുക്ക് ഒരു നോർമൽ രീതിയിൽ കൊടുക്കാം. നമ്മളൊരു തിക്നെസ് BOS. ഓക്കെ, അപ്പോൾ ഞാനിവിടെ BOS എന്ന് പറഞ്ഞൊരു ട്രെൻഡ് ലൈൻ സെറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, സെയിം നേരത്തെ കാണിച്ച കാര്യം തന്നെ ടെംപ്ലേറ്റ്സ് എടുക്കുക, എന്ത് ചെയ്യുക, സേവ് ആസ് കൊടുക്കുക. ഓക്കെ, സേവ് ആസ് കൊടുക്കുമ്പം എന്ത് ചെയ്യും, നേരത്തെ വരും. ഞാൻ ജസ്റ്റ് BOS എന്ന് കൊടുക്കുന്നു, സേവ് കൊടുക്കും. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ടെക്സ്റ്റ് എടുക്കുന്നു. ഇവിടെ ഞാൻ CHO എന്നാക്കും. അപ്പം അവിടെ ടെക്സ്റ്റ് മാറി. ഞാൻ സേവ് ആസ് എടുക്കുന്നു, CHO കൊടുക്കുന്നു, സേവ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം BOSും വന്നു, CHO പോകും അല്ലേ. അപ്പോൾ ഇത് ഓക്കെ കൊടുത്ത് വിടാം. എന്നിട്ട് ഞാൻ പെട്ടെന്ന് എടുക്കുന്ന ഒരു രീതി പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ ട്രെൻഡ് ലൈൻ വരയ്ക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു BOS ഉണ്ട്, ജസ്റ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇവിടെ തന്നെ നിങ്ങൾക്കൊരു ടൂൾ ഇത് കാണാം, കണ്ടോ, ടെംപ്ലേറ്റ്സിൻ്റെ. അതായത് ആ ടൂൾ നമ്മൾ സെലക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ തന്നെ ഒരു ഫ്ലോട്ടിംഗ് വിൻഡോ വരും. അവിടെ ഇത് കാണാം, അതെടുത്തിട്ട് ക്ലിക്ക് ചെയ്താൽ താഴോട്ട് നമുക്ക് സേവ് ചെയ്തത് കാണും. BOS കൊടുത്തു, അവിടെ ഒരു BOS വന്നു, കണ്ടോ. ഇനിയിപ്പോൾ CHO വേണമെങ്കിലോ എടുത്ത് വരയ്ക്കുക, CHO കൊടുക്കുക, അത് കൊടുക്കുക. സെയിം കാര്യം തന്നെ. എല്ലാ ടൂൾസിനും ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അടുത്ത നോക്കിയാൽ ഹൊറിസോണ്ടൽ ലൈൻ, ഇതും നിങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് എന്താണ് ഫിബൊനാച്ചി. ഇപ്പോൾ ഫിബൊനാച്ചിയിൽ നമ്മൾ കുറേ വാല്യൂസ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ വാല്യൂസ് ഏതൊക്കെയാണ് വേണ്ടത് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ സേവ് ചെയ്ത് വെക്കുക. പ്രീമിയം ഡിസ്കൗണ്ട് ഉണ്ട് 5%, അപ്പോൾ സേവേഴ്സ് കൊടുത്തിട്ട് പ്രീമിയം ഡിസ്കൗണ്ട് എന്ന് കൊടുക്കുക. OT വാല്യൂസ് ഉണ്ട്, അപ്പോൾ OT വാല്യൂസിൻ്റെ ഇത് കൊടുത്തിട്ട് വാല്യൂസ് കൊടുത്തിട്ട് സേവേഴ്സ് കൊടുത്ത് OT വാല്യൂസ് കൊടുക്കുക. അത് കഴിഞ്ഞ് വേറെ എന്താ വരുന്നത്, നമുക്ക് ലൈക്ക് പൊസിഷൻ ടൂളും പറഞ്ഞ പോലെ നിങ്ങളുടെ കളർ അനുസരിച്ച് സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഡീഫോൾട്ടായിട്ട് കൊടുത്താലും പ്രശ്നമില്ല. റെഡ് കളർ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരും. ഇതെന്താണ്, പ്രോഫിറ്റ് ആയിട്ട് വരും. പ്രോഫിറ്റ് കാൽക്കുലേഷൻ ചെയ്യുക. ഇത് നമ്മൾ ലോങ് പൊസിഷനാണ്, അതുകൊണ്ടാണ് സ്റ്റോപ്പ് താഴെ വന്നിരിക്കുന്നത്. ഇനി ഇത് തൊട്ടിപ്പുറത്തെ എടുത്താൽ ഷോർട്ട് വരും. സോ സ്റ്റോപ്പ് മോളി വരും, താഴെ എന്താണ് TP വരും. മനസ്സിലായി? അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ നമുക്ക് ജസ്റ്റ് ഒരു ഇത് നോക്കാം. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ലൈനിൽ ട്രേഡ് എക്സിക്യൂഷൻ നടക്കുന്നു. ഇവിടെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഞാൻ TP വെക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ ഒരു ഷോർട്ട് ടൂൾ എടുക്കുന്നു. സെല്ലായതുകൊണ്ട് ഞാൻ എൻട്രി എവിടെയാണോ അവിടെ കൊണ്ട് ആദ്യം ക്ലിക്ക് ചെയ്യുന്നു. എവിടെയാണോ ഞാൻ എൻട്രി എടുക്കുന്നത്, അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് ഉദ്ദേശിക്കുന്നത് അവിടെ വെക്കുന്നു. ടാർഗറ്റ് എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടുവെക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കുറേ എഴുതിയിരിക്കുന്നതാണ്. സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് 0.001 സംതിങ്. അതുപോലെ തന്നെ 36.36% ഉണ്ട്, 32.1 ഉണ്ട്. അതുപോലെ തന്നെ അവസാനം 750 എന്നൊരു കണക്കുണ്ട്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഈ 32.1 അതിന് മുന്നേ കിടക്കുന്ന 00. അതായത് ഈ എൻട്രി തൊട്ട് സ്റ്റോപ്പ് ലോസ് വരെ എത്രയാണ് പിപ്പ് വാല്യൂ ഉള്ളത്, അതായത് പിപ്പ് എത്ര ചേഞ്ച് ആവുന്നുണ്ട് എന്നാണ്. മനസ്സിലായത്? ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര പിപ്പ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാനിത് മാറ്റുന്നതനുസരിച്ച് ഇത് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസിൻ്റെ പിപ്പ് കണക്കാക്കുന്നത്, എത്ര ലോഡ് സൈസ് നമ്മൾ എടുക്കണമെന്ന്. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ബൈ എടുക്കുമ്പോൾ. ഓക്കെ, അപ്പം ഇതാണ് ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ. പിന്നെ ഹൈലൈറ്റർ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും മാർക്കിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാനാണ് ഹൈലൈറ്റർ. പിന്നെ അതുപോലെ റെക്റ്റാങ്കിൾ എന്തിനാണ്, നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുക. എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ സെറ്റിങ്സിൽ കസ്റ്റമൈസ് കൊണ്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റേതായ രീതിയിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രേഡിംഗ് വ്യൂ. ബേസിക്കാണ്, വളരെ ബേസിക് കാര്യമാണ്. നിങ്ങൾ അത്ര കണ്ട് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഇതുപോലെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സേഫ് ട്രേഡിംഗ്.